വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. ഇന്ന് പോളിയുടെ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പോളിടെക്നിക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ S3-ക്കുള്ള ഒരു എക്സ്പെരിമെൻറ്റുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഫൈൻഡ് ദ പവർ ആൻഡ് പവർ ഫാക്ടർ ഇൻ ആൻഡ് AC സപ്ലൈ യൂസിങ് റെസിസ്റ്റീവ് ലോഡ്. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൈൻഡ് ദ പവർ ആൻഡ് പവർ ഫാക്ടർ ഇൻ ആൻഡ് AC സപ്ലൈ യൂസിങ് ഇൻഡക്റ്റീവ് ലോഡ്. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ ഉപയോഗിക്കുന്ന ഒരു കോയിലുള്ള ട്രാൻസ്ഫോമർ പോലെ കോയിലുള്ളൊരു സാധനമാണെങ്കിൽ ഇവിടെ നമ്മൾ റെസിസ്റ്റീവ് ആയിട്ടുള്ള റിയോസ്റ്റാറ്റോ അല്ലെങ്കിൽ മറ്റേ ഇൻകാൻഡസൻ ലാമ്പ്, നമ്മുടെ പഴയ ബൾബുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ വേരിയേഷൻ എന്ന് പറയുന്നത് കറണ്ട് അല്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മീറ്ററിൻ്റെ റേറ്റിംഗ് മാറും. അതുപോലെ വാട്ട് മീറ്റർ ലോ പവർ ഫാക്ടർ LPF അല്ല, പകരം ഇവിടെ യൂണിറ്റി പവർ ഫാക്ടർ ആയിട്ടുള്ള UPF ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോവാം. സർക്യൂട്ട് ഡയഗ്രം നോക്കിയേ. നേരത്തെ കണ്ട സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇൻഡക്റ്റീവ് ലോഡിന്റെ അതേ സർക്യൂട്ട് ഡയഗ്രം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അമ്മീറ്ററിന്റെ വാല്യൂ മാറി, 0 to 5 ആംപിയർ എന്നുള്ള 10 ആംപിയർ ആയി. വോൾട്ട് മീറ്റർ സെയിം തന്നെയാണ്. വാട്ട് മീറ്റർ MLCVക്ക് മാറ്റമൊന്നുമില്ല. 2.5 or 5 ആംപിയർ 250 വോൾട്ട് LPF ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് 5 or 10 ആംപിയർ UPF ആയി. പിന്നെ ലോഡ് നേരത്തെ ഇൻഡക്റ്റീവ് ലോഡായിരുന്നെങ്കിൽ ഇവിടെ റെസിസ്റ്റീവ് ലോഡായി. അത് 3 kV ആയിരുന്നെങ്കിൽ ഇവിടെ 5 kW ആയി. കണക്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. പോസിറ്റീവ് നേരെ അമ്മീറ്ററിൽ നിന്ന് നേരെ വാട്ട് മീറ്ററിന്റെ M അല്ലെങ്കിൽ മെയിനിലേക്ക്, അവിടെ നിന്നും ഒരു വയർ ഷോർട്ട് ചെയ്ത്, ചെറിയൊരു വയറിട്ട് നമ്മൾ M-ഉം കോമൺ എന്ന് പറയുന്ന C-യുമായിട്ട് ഷോർട്ട് ചെയ്യുന്നു. അതിനുശേഷം L, അതായത് ലോഡ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മുടെ ലോഡിന്റെ ഒരു പൊസിഷനിലേക്ക് കൊടുക്കുന്നു. ഇനി V എന്ന് പറയുന്നത്, അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത്, വാട്ട് മീറ്ററിൽ 250/500 നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിനകത്ത് 250 500. നമുക്കിപ്പോൾ വോൾട്ടേജ് 250, നമ്മൾ 240 കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 250 എന്ന് പറയുന്ന അല്ലെങ്കിൽ 300 എന്ന് പറയുന്ന ആ പോർഷനിലൂടെ നമുക്ക് 250 പോർഷനിൽ നമ്മൾ കൊടുക്കുന്നു. അത് നമ്മൾ ബ്ലാക്ക് വയർ വഴി നമ്മൾ താഴെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നെഗറ്റീവിലേക്ക്, അതായത് ന്യൂട്രലിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം സർക്യൂട്ട് ഡയഗ്രാം കഴിഞ്ഞു. എന്തൊക്കെ അപ്പാരറ്റസ് ആണ് ഇവിടെ വേണ്ടതെന്ന് നോക്കാം. നേരത്തെ നമ്മൾ കണ്ട അപ്പാരറ്റസിനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. സർക്യൂട്ട് ഡയഗ്രത്തിൽ തന്നെ ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. വോൾട്ട് മീറ്റർ അത് തന്നെയാണ്, 0 to 300 വോൾട്ട്. MI മൂവിങ് അയൺ തന്നെയാണ്. അമ്മീറ്റർ എന്ന് പറയുന്നത് 0 to 10 ആംപിയർ ആണ്. 5 ആംപിയർ മാറി, ഇവിടെ 10 ആംപിയർ ആയി. ഇനി റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ് മാറിയിട്ട് റെസിസ്റ്റീവ് ലോഡായി. ഇൻഡക്റ്റീവ് ലോഡ് 3 kVA ആയിരുന്നുവെങ്കിൽ ഇവിടെ റെസിസ്റ്റീവ് ലോഡ് 5 kW ആണ്. ഇനി വാട്ട് മീറ്റർ എന്ന് പറയുന്നത് 5/10 ആംപിയർ, നേരത്തെ 2.55 ആണെങ്കിൽ ഇവിടെ 5/10 ആംപിയർ ആയി, UPF ആയിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്പാരറ്റസിനകത്ത് വന്ന. ഓക്കെ, ഇനി നമുക്ക് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്, മറ്റൊന്നുമല്ല. ആദ്യത്തെ എങ്ങനെയാണ്, വയർ അപ്പ് ദ സർക്യൂട്ട് ഗിവൺ റെസിസ്റ്റീവ് ലോഡ് ആസ് പെർ ദ ഗിവൺ സർക്യൂട്ട്. ഇനി അതായത് നമ്മൾ അത് നോക്കി വയർ ചെയ്യുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ചെക്ക് ദ കണക്ഷൻസ് ഓൺസ് അഗൈൻ ബിഫോർ സ്വിച്ച് ഓൺ ദ സപ്ലൈ. നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടെ കണക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ എന്തായിരിക്കണം, കീപ് ദ ലോഡ് ഇൻ ഓഫ് പൊസിഷൻ ബിഫോർ സ്വിച്ച് ഓൺ ദ സപ്ലൈ. അപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഓഫ് പൊസിഷനിൽ തന്നെ ആയിരിക്കണം. അതായത് ലോഡിലിട്ട് ഓൺ ചെയ്യാൻ പാടില്ല. സ്വിച്ച് ഓൺ ദ സപ്ലൈ ആൻഡ് വേരി ദ ലോഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇനി നമ്മൾ ഓരോ സ്വിച്ചുകളായിട്ട് ഓൺ ചെയ്ത് ആ ലൈറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വേരി ചെയ്ത് കറണ്ട് കൂട്ടി എടുക്കുക. നോട്ട് ഡൗൺ ദ റീഡിങ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദ പവർ ആൻഡ് പവർ ഫാക്ടർ. ഇനി നമ്മളിത് വെച്ചിട്ടുള്ള പവറും പവർ ഫാക്ടറും നമ്മൾ എഴുതിയെടുത്ത പവറും പവർ ഫാക്ടറും റീഡിങ്ങുകൾ വെച്ച് പവറും പവർ ഫാക്ടറും കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്യുക. ഓക്കെ, പ്രൊസീജിയർ തന്നെ ചെയ്യണം. നമുക്കിനി ടാബുലേഷനിലേക്ക് പോകാം. ടാബുലേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് നേരത്തെ കണ്ടത് തന്നെയാണ്. സീരിയൽ നമ്പർ, വോൾട്ടേജ്, കറണ്ട്, പവർ W, അതായത് വാട്ട് മീറ്റർ കാണുന്നത് പവറാണ്. അടുത്ത പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ട് മീറ്ററും അമ്മീറ്ററിൻ്റെ റീഡിങ്ങുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി പവർ ഫാക്ടർ കോസ് ഫൈ എന്ന് പറയുന്നത് വാട്ട് മീറ്ററിൻ്റെ റീഡിങ് ഡിവൈഡഡ് ബൈ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് ഇൻറ്റു അമ്മീറ്ററിൻ്റെ റീഡിങ്. ഓക്കെ, അപ്പം നമുക്ക് പവർ ഫാക്ടറും ഇനി നമുക്ക് റിസൾട്ട് എഴുതുക. എത്രയും കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എഴുതാം. റിസൾട്ട് എയിം തന്നെയാണ്. എയിമിൻ്റെ ടെൻസ് ഒന്ന് മാറിയാൽ മാത്രം അവിടെ. ഓക്കെ, താങ്ക് യു.